രാംചരൺ അടിപൊളിയായി. അത്യാവശ്യം കണ്ടിട്ടുണ്ട്. കുഴപ്പമില്ല. രാംചരൻ്റെ പറയുന്നത് കൊള്ളാം. സ്പോർട്സ് മൂവിയാണ്. പെഡി മൂവി കണ്ടിറങ്ങിയാണ്. ഇതൊരു നാഷണൽ ലെവൽ മോട്ടിവേഷൻ ഉള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൽ നമുക്ക് ഏറ്റവും പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളിയായ സൂരജ് ബോബ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ കുമ്പളങ്ങി നൈറ്റ്സിലൊക്കെ അഭിനയിച്ച പുള്ളി ഈ ബോമൻ ഇറാനിയുടെ ഒപ്പം, അതായത് ബോളിവുഡ് നടൻ്റെ ഒപ്പം ത്രൂ ഔട്ടായിട്ട് അതിലുണ്ട്. അതാണ് ഇതിലെ ഏറ്റവും വലിയ അടിപൊളി കാര്യം. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമ ഭയങ്കര മോട്ടിവേഷനിലാണ്. അതായത് നമുക്ക് ഗ്രാമങ്ങളിൽ നിന്നാണ് ഒരുപാട് കാര്യങ്ങൾ തുടങ്ങേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് സിനിമ നോക്കുന്നത്. എന്തായാലും നല്ലൊരു മാസ് പടമല്ല, പക്ഷെ നല്ല സിനിമയാണ്, കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ് എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ ഓടുമെന്നുള്ളതാണ്. കേരളത്തിൽ ഓടുന്നുള്ളതല്ല, മൊത്തത്തിൽ ഇത് ഓടണം എന്നുള്ളൊരു ഇത് പറയുന്നുണ്ട്. കാരണം മാത്രമല്ല നല്ലൊരു മെസ്സേജാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, ഒരു ഗ്രാമത്തിൻ്റെ വളർച്ചയാണ്, ഓരോ ഗ്രാമത്തിൻ്റെ വളർച്ചയാണ് ഇന്ത്യയുടെ വളർച്ച എന്നുള്ള രീതിയിലേക്കുള്ളൊരു നല്ലൊരു മെസ്സേജ് പാസ് ചെയ്യുന്നത് എന്നുള്ളൊരു. ബാക്കി കാര്യം പറഞ്ഞാൽ സ്പോയിലറായി പോകും, അതുകൊണ്ട് പറയുന്നത് വളരെ നന്നായിട്ട്. എല്ലാവരും മസ്റ്റ് വാച്ച് തിയേറ്റർ മൂവിയാണ്, തിയേറ്ററിൽ വന്ന് കാണും. അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മളിപ്പോൾ ശരിക്കും ഒരു ചെറിയൊരു സ്ലോ പടം എന്നുള്ള രീതിയിലേക്ക് അല്ല, എന്നാലും നമ്മളെ ആ ഒരു ഫിലിമിൻ്റെ ഉള്ളിൽ റൺ ചെയ്യിപ്പിക്കുന്ന രീതിയിലൊരു കൊണ്ടുപോക്കുണ്ട്. നമ്മളതിൽ തീർച്ചയായിട്ടും യാത്ര ചെയ്യും. ആ സിനിമയുടെ ഒപ്പം തന്നെ യാത്ര ചെയ്യും. നമുക്ക് അത് ഫീൽ ചെയ്യും, തീർച്ചയായിട്ടും ഫീൽ ചെയ്യും. കാരണം ചെറിയ ചെറിയ സ്ലോട്ട്സേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഗുസ്തിയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഓട്ടോ ആണെന്നുണ്ടെങ്കിലും അതൊക്കെ ചെറിയ ചെറിയ പോർഷനിലേ ഉള്ളൂ. ബാക്കിയെല്ലാം അതിൻ്റെ പിന്നിൽ ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ്. അത് വളരെ നന്നായിട്ട് ചെയ്തു. പടം ഇഷ്ടപ്പെട്ടു. അതുപോലെ മാസ് മസാല പ്രതീക്ഷിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് നിരാശയായിരിക്കും. കണ്ടൻറ്റാണ് ഏറ്റവും കൂടുതൽ. മോട്ടിവേഷനിലാണ് ശരിക്കും പറഞ്ഞാൽ. മോട്ടിവേഷനായിട്ട് ഞാൻ ഈ സിനിമ കാണേണ്ടത് പറഞ്ഞ് നമ്മളിരുന്ന് ഈ പറഞ്ഞ പോലെ മാസ് പ്രതീക്ഷിച്ച് പോകാണ്ട് സ്റ്റോറിയായിട്ട് പ്രതീക്ഷിച്ച് പോയാൽ അടിപൊളിയായിരിക്കും. പക്ക ഒരു പാൻ ഇന്ത്യൻ പടം തന്നെയാണ്, എല്ലാവരും കണ്ടിരിക്കേണ്ട പടം തന്നെയാണ്. കുഴപ്പമുണ്ടായിരുന്നില്ല. പുള്ളിക്കാരത്തേക്കല്ല ഇമ്പോർട്ടൻസ് ഈ പറയുന്ന പോലെ 3-4 പേർക്കുള്ളൂ. ബോബി റാണി, മറ്റേ ഈ പറയുന്ന സൂരജ് ബോബ്സ്, അതുപോലെ തന്നെ രാംചരൺ, ഇവർക്കാണ് പ്രധാനം. പിന്നെ സ്റ്റോറി ബേസ്ഡാണ് പടം. ഏറെ വലിയ മ്യൂസിക് അടിപൊളിയാണ്. ആക്ഷൻ കൊറിയോഗ്രാഫിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 3 hours ഉള്ളൊരു മൂവിയാണ്. അപ്പോൾ വലിയ ബോറിംഗ് ഒന്നും ഇല്ലാതെ നമുക്ക് പിടിച്ചിരുത്തി കാണാൻ പറ്റിയൊരു മൂവിയാണ്. ശിവരാജ് കുമാർ ആയാലും നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത ഒരു മൂവിയാണ്. ഒരു ആക്ഷൻ മൂവി. പെർഫോമൻസും പുള്ളിയുടെ ഫിസിക്കൊക്കെ അടിപൊളി. കൊള്ളാം, കണ്ടിരിക്കാം. അതെ അതെ, 3 ടൈപ്പ് സ്പോർട്സ് ആണ് വരുന്നത്. മാസ് പരിപാടിയൊക്കെ തന്നെ, ഒരു ഇമോഷണൽ പരിപാടിയാണ്. എല്ലാം ഉണ്ട്, എല്ലാം ചിരി ചേർത്തിട്ടുണ്ട്. കൊള്ളാം, കണ്ടിരിക്കാം, നല്ലോണം. ടെക്നീഷ്യൻസ് എന്നൊക്കെ വലിയ ടെക്നീഷ്യൻസ്. സുകുമാറിൻ്റെ തിരക്കഥാ സംഭാഷണം, റഹ്മാൻ്റെ മ്യൂസിക്, മൈത്രിയുടെ പ്രൊഡക്ഷൻ, ഇതൊക്കെ വെച്ച് ഉണ്ടല്ലോ ഒരു പടത്തിനൊരു ഗുമ്പ് പറയാൻ പറ്റിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. ഒരു പുഷ്പയുടെയൊക്കെ എഴുത്തുകാരൻ ഇതുപോലെ ഒരു ആവറേജ് ഒന്നും കാശൊക്കെ മുടക്കിട്ട് ടെക്നിക്കലായിട്ട് പടം അടിപൊളിയൊക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്നാലും ഒരു ലെവലിലേക്ക് വരാൻ പറ്റിയില്ല. സ്പോർട്സ് റിലേറ്റഡ് സിനിമയാണ് അത്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സ്പോർട്സ് റിലേറ്റഡ് ഇന്ത്യ നല്ലപോലെ വിജയിക്കേണ്ടതാണ്. അങ്ങനെ ഒരു പടം അമീർ ഖാൻ്റെ പടങ്ങളിലൊക്കെ ഒത്തിരി ഉണ്ടല്ലോ സ്പോർട്സ് റിലേറ്റഡ് പടങ്ങൾ വിജയിക്കുന്നത്. പക്ഷേ ഇതൊരു അത്ര വന്നിട്ടില്ല, നമുക്കൊരു തോന്നിയില്ല പടം. അത്ര ഉള്ളൂ. വേറെ ഒരു പെർഫോമൻസ് ബേസിലൊന്നും പറയാനില്ല. ഭയങ്കരമായിട്ട് വലിച്ചു നീട്ടുക. ഒരു കുറേയും കൂടെയൊക്കെ ഒരു അരമണിക്കൂർ കൂടെ കുറച്ചും കൂടെയൊക്കെ നമുക്കൊരു ഇത് വന്നില്ല. ഇത് തീരുന്നില്ലാത്ത പോലെ ഒരു തോന്നല, അങ്ങനെയൊക്കെ തോന്നുന്നു കേട്ടോ.